ഹാ ഗൈസ്, സോ എല്ലാവരും എനിക്കിപ്പം മെസ്സേജ് അയക്കുന്നുണ്ട്. ഓക്കെ, ബ്രോയുടെ സി എ ജേർണി എങ്ങനെയാണ്, എവിടെയാണ് പഠിച്ചത്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്നൊക്കെ ചോദിച്ച് ചിലവരെനിക്ക് മെസ്സേജ്, ഓക്കെ ബ്രോ എങ്ങനെയാണ് സ്റ്റഡി ലീവൊക്കെ മാനേജ് ചെയ്ത് അതിൻ്റെ ഒരു മോട്ടിവേഷൻ തരുമോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ബേസിക്കലി ഒരു ഡയറക്റ്റ് എൻട്രി സ്റ്റുഡൻ്റ് ആയിരുന്നു. അതായത് എനിക്ക് ഫൗണ്ടേഷൻ ചെയ്യേണ്ടി വന്നില്ല, നേരെ ഞാൻ ഇൻ്ററാണ് ചെയ്തത്. സോ ഇൻ്ററും ഫൈനലും ഞാൻ എൻ്റെ ആർട്ടിക്കൽഷിപ്പ് ടൈമിൽ ആ 3 ഇയേഴ്സിലാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ രണ്ടും എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റി. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുക, എങ്ങനെയാണ് ഈ ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യണം, ഇത്രയും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ്, അതും ബോത്ത് ഗ്രൂപ്പ്സ്, ഇൻ്ററിനും ഫൈനലും ഞാൻ ബോത്ത് ഗ്രൂപ്പ്സ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെയാണ് ക്ലിയർ ചെയ്തത്. അതെങ്ങനെയാണ് എന്ന് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്. അപ്പം ജസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. സോ നിങ്ങളിപ്പോൾ കണ്ട വീഡിയോ എൻ്റെ സി എ ഫൈനലിൻ്റെ റിസൾട്ട് വന്ന ആ ദിവസത്തെയാണ്. നിങ്ങൾക്ക് റിയാക്ഷനിൽ കണ്ടാറിയാം എൻ്റെ അമ്മയുടെ ആ മുഖത്തെ ആ സന്തോഷം, അപ്പയുടെ ആ മുഖത്തെ ആ പ്രൗഡ് ഫീലിങ്. ഇവിടെ എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ജസ്റ്റ് ഒരു ടൈം പീരീഡ് ഉണ്ട് ലൈഫിൽ. നിങ്ങൾക്ക് എപ്പോഴും ഒരു ടൈം വരും, ആ ടൈമിൽ നിങ്ങൾ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. മേ ബി അതൊരു 3 months ആവും, 6 months ആവും, മാക്സിമം 1 year ആവും. സോ ആ ടൈം പീരീഡിൽ നിങ്ങൾക്ക് മാക്സിമം പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടൈം ഹാപ്പിനെസ് വലുതായിരിക്കും. സോ ഷോർട്ട് ടൈം ഗോൾസിന് വേണ്ടി പോകാണ്ട് മാക്സിമം പുഷ് ചെയ്യാൻ നോക്കുക. ആ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരിക. ജസ്റ്റ് നിങ്ങളുടെ ഗോൾ എന്താണോ, നിങ്ങളുടെ പ്ലാൻ എന്താണോ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ഗുഡ് ഡേ.